പ്രിയ മേഡം രാശിക്കാരെ, മിഥുനം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളെ ചിന്താധീനമായ മാനസികാവസ്ഥയിലാക്കും. എന്നിരുന്നാലും ഈ ദിവസം ഗൗരവമേറിയ വിഷയങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ചാണ്. ഈ ശുഭാപ്തി വിശ്വാസം നിങ്ങളെ സ്വയം കണ്ടെത്തലിലേക്ക് നയിക്കും. നിങ്ങളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ജോലികൾക്കൊപ്പം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പല മാനങ്ങളും കണ്ടെത്താൻ കുറച്ച് നല്ല സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചേക്കാം. ഇത് തീർച്ചയായും ഫലപ്രദമായ സമയമായി മാറ്റും എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നു. ഇന്ന് വെള്ള നിറം ഭാഗ്യകരമാണ്. രാവിലെ 10 മണി മുതൽ രാവിലെ 11 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമായ സമയമായിരിക്കും. 2026-ൽ ഒരു പ്രബലനായ ശനി സംരക്ഷണത്തിനും വ്യക്തതയ്ക്കും അനുയോജ്യമാക്കുന്നു. പ്രതിവിധി: താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകൃതിയിൽ സമയം ചെലവഴിക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രിയ ഇടവം രാശിക്കാരെ, മിഥുനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും വിലമതിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ സ്ഥാനം പൊതുസമൂഹത്തിൽ നിങ്ങളുടെ കരുതലുള്ളതും സംവേദനക്ഷമവുമായ വശം പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങളോടും ആരോഗ്യത്തോടും നിങ്ങൾക്ക് ശക്തമായ നന്ദിബോധമുണ്ട്. നിങ്ങളുടെ നന്മയ്ക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവർക്ക് ഇന്ന് ഉപകാരങ്ങൾ തിരികെ നൽകാനുള്ള സമയമാണ്. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് നിങ്ങൾ എത്രയധികം നന്ദി കാണിക്കുന്നുവോ അത്രയധികം നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കും. വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രധാനപ്പെട്ടതോ പ്രത്യേകമായതോ ആയ എന്തെങ്കിലും ആസൂത്രണം ചെയ്യുക. കാരണം ആ സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. കൂടാതെ മഞ്ഞയാണ് ഇന്നത്തെ നിറം. രാഹു നിങ്ങളുടെ വൈകാരിക ഭൂമികയെ രൂപപ്പെടുത്തുന്നതിനാൽ സമാധാനവും ആന്തരിക ശാന്തതയും വളർത്തുന്നതിനായി താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ചില പ്രതിവിധികൾ ചെയ്യാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. പ്രതിവിധി: വിശ്രമിക്കാനുള്ള ഇടവേള എടുക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, മിഥുനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് ഏകാന്തതയുടെയും ദേഷ്യത്തിന്റെയും ഒരു തോന്നൽ നൽകിയേക്കാം. ദൈനംദിന പ്രവർത്തനങ്ങളിൽ വർധനവുണ്ടാകും. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും തൊഴിലിലായാലും ഒരേ സമയം പല കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങളുടെ തൊഴിലിന്റെ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്നവരോടുള്ള ഉത്തരവാദിത്തങ്ങളും നിങ്ങളെ വളരെയധികം ക്ഷീണിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ 2 ജീവിതങ്ങളെയും സന്തുലിതമാക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. ഒരു വശത്തിന് മാത്രം പ്രാധാന്യം നൽകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനോ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്യാനോ ഉണ്ടെങ്കിൽ വൈകുന്നേരം 5 മണിക്കും 7 മണിക്കും ഇടയിൽ അത് ചെയ്യുക. പച്ചനിറം ധരിക്കുന്നത് ഭാഗ്യകരമാകുമെന്നും സമാധാനവും ഐക്യവും ആകർഷിക്കുമെന്നും താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. ഈ വർഷം വ്യാഴം സമൃദ്ധിയുടെ ഊർജം വർദ്ധിപ്പിക്കുന്നതിനാൽ ചില പ്രതിവിധികൾ സാമ്പത്തിക പ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. പ്രതിവിധി വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളെ സേവിക്കാൻ ഇന്ന് ഏറ്റവും അനുയോജ്യമായ ദിവസമായിരിക്കാം. മിഥുനം രാശിയിൽ പൂർണ്ണചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ഉദാരമായ സ്വഭാവം ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കും. നിങ്ങൾക്ക് ഇത് മുതലെടുക്കാൻ പറ്റിയ ഒരു അനുകൂല ഗ്രഹസ്ഥിതിയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹവും കരുതലും കാണിക്കുക എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സഹായകരമായ മനോഭാവത്തിന് അവർ നന്ദിയുള്ളവരായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബവും നിങ്ങളുടെ എല്ലാ ദയയെയും അഭിനന്ദിക്കും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഭാവിയിൽ നിങ്ങൾക്ക് സംതൃപ്തി നൽകും. ഇളം പച്ച നിറം ധരിക്കുന്നത് ഏറ്റവും അനുകൂലമായ നിറമായിരിക്കും. രാവിലെ 9 മണി മുതൽ രാവിലെ 10 മണി വരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമുള്ള സമയം. ഈ വർഷം വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനത്തിൽ ആന്തരിക സമാധാനം പരിപോഷിപ്പിക്കാൻ ചില പ്രതിവിധികൾ ചെയ്യുക. പ്രതിവിധി: പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുക. പ്രിയ ചിങ്ങരാശിക്കാരെ, ഇന്ന് മിഥുനം രാശിയിലെ ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളുടെ ദിവസത്തെ സമ്മിശ്രമാക്കുന്നു. ജോലിസ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ ഉറ്റ ചങ്ങാതിമാരായി കരുതിയ ചിലർ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുണ്ടാകാം. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളെ അസ്വസ്ഥനാക്കും. നിങ്ങൾ അസ്വസ്ഥനാകരുത്. പകരം അമിതമായി പ്രതികരിക്കുന്നത് ഒഴിവാക്കാൻ ഇത് ലഘുവായി കൈകാര്യം ചെയ്യുക.
ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ആശയവിനിമയ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പിന്നിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വരികയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി മികച്ച സമയം ചെലവഴിക്കുകയും ചെയ്യുക. വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഹൃദയം തുറന്ന് സംസാരിക്കുക, കാരണം അതിന് ഇത് ഏറ്റവും നല്ല സമയമാണ്. വാരാന്ത്യത്തിനായി മഹത്തായ എന്തെങ്കിലും പഠിക്കുക. ഇന്ന് കടും ചുവപ്പ് നിങ്ങളുടെ ഭാഗ്യനിറമാണ്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നിങ്ങൾ എല്ലാ പ്രധാന കാര്യങ്ങളും ചെയ്യണം. ഈ വർഷം രാഹു അനിശ്ചിതത്വം കൊണ്ടുവന്നേക്കാം. ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ധരിച്ച് അടുത്തുവെക്കുക. പ്രതിവിധി: ഒരു പുസ്തകം വായിക്കുക. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മിഥുനം രാശിയിലായതിനാൽ തെറ്റിദ്ധാരണകൾ ഇന്ന് നിങ്ങളുടെ ബന്ധങ്ങളെ ബാധിച്ചേക്കാം. അബദ്ധത്തിൽ ആളുകളുടെ വികാരങ്ങളെ വേദനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിലും വാക്കുകളിലും ശ്രദ്ധാലുവായിരിക്കുക. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് മറുവശത്ത്, ഇന്ന് നിങ്ങൾ സുരക്ഷിതമായി കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പോകാം. നിങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ ചെലുത്തുന്ന സ്വാധീനം പരിഗണിക്കുക. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ എന്തെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകാം. ഈ വർഷം ശനിയുടെ പ്രബലമായ ഊർജം പുരോഗതിയെ മന്ദഗതിയിലാക്കിയേക്കാം. ചില പ്രത്യേക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് സ്ഥിരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. പ്രതിവിധി: ഒരു പുതിയ ഹോബി പരീക്ഷിക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, മിഥുനം രാശിയിൽ ചന്ദ്രന്റെ സ്ഥാനം മുന്നോട്ട് ഒരു വെല്ലുവിളി നിറഞ്ഞ ദിവസത്തെ സൂചിപ്പിക്കുന്നു. വ്യക്തിപരമായ കാര്യങ്ങളിൽ ചില സങ്കീർണതകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. അത് നിങ്ങളെ അനിശ്ചിതത്വത്തിലും ആശയക്കുഴപ്പത്തിലും ആക്കാൻ സാധ്യതയുണ്ട്. മുന്നോട്ടുള്ള പാത സുഗമമായി തോന്നിയാലും ശ്രദ്ധയോടെ മുന്നോട്ടു പോകാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. ചെറിയ തടസ്സങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അത് എപ്പോഴും എളുപ്പമുള്ള കാര്യമല്ലെന്നും ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ നഷ്ടപ്പെടുത്തരുത്. എപ്പോഴും പോസിറ്റീവായിരിക്കുക. നിങ്ങളുടെ ബുദ്ധിയും ദൃഢവിശ്വാസവും നിങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തുകൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ നിങ്ങൾക്ക് ഭാഗ്യകരമായ സമയമായിരിക്കും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ. പച്ച നിറത്തിൽ എന്തെങ്കിലും ധരിക്കുക. ശനിയുടെ തീവ്രമായ ഊർജത്തെ നേരിടാൻ അടുത്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ ധരിക്കുക. പരിഹാരം: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ചന്ദ്രൻ മിഥുനം രാശിയിൽ നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് ക്ഷമയില്ലാത്തവരായി തോന്നിയേക്കാം. എന്നിരുന്നാലും മറ്റുള്ളവരുമായുള്ള നിങ്ങളുടെ ഇടപഴകലുകളിൽ നിങ്ങൾ ഉദാരവും സൗഹൃദപരവുമായിരിക്കണം. നിങ്ങളുടെ മാനസികാവസ്ഥ ഇടപെടാൻ അനുവദിക്കരുത്. ദയ, അനുകമ്പ, സഹാനുഭൂതി എന്നിവ എപ്പോഴും നിങ്ങളുടെ ശക്തിയാണ്. വൃശ്ചികം രാശിക്കാരെ, ആ വശത്തിന് ഒരു പ്രകടനം നൽകുന്നതിൽ തെറ്റില്ല. നിങ്ങളുടെ ദയയുള്ള പ്രവൃത്തിയെ ആളുകൾ അഭിനന്ദിക്കും. നല്ല കാര്യങ്ങൾ തുടരുക. നിങ്ങളുടെ അടുത്തുള്ളവരോട് കൂടുതൽ പരിഗണന കാണിക്കുക എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. ദിവസത്തിലെ നിങ്ങളുടെ ഭാഗ്യസമയം വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയാണ്. മഞ്ഞ നിറം ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഈ വർഷം ശനി കാര്യമായ മാറ്റങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിനാൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ സൗമ്യമായ പരിഹാരങ്ങൾക്കായി പ്രതിവിധികൾ നിർദ്ദേശിക്കുന്നു. പ്രതിവിധി: ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശിക്കാരെ, മിഥുനം രാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ തിരക്കേറിയ ദിനചര്യയിൽ നിന്ന് ദീർഘകാലമായി കാത്തിരുന്ന ഒരു ഇടവേള ലഭിക്കുന്നതിനാൽ നിങ്ങൾക്ക് സാഹസികത അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ഊർജം നിറയ്ക്കാനും മനസ്സും ആത്മാവും പുനരുജ്ജീവിപ്പിക്കാനും ഈ ദിവസം ഉപയോഗിക്കുക. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഉപദേശിക്കുന്നു. അത് ഒരു നീണ്ട നടത്തമോ, അമ്യൂസ്മെന്റ് പാർക്കിലെ യാത്രയോ, ഒരു യാത്രയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ഒരു മനോഹരമായ ട്രെക്കിംഗോ ആകാം. പുതുക്കാനും ഈ അത്ഭുതകരമായ നിമിഷങ്ങൾ ആസ്വദിക്കാനുമുള്ള സമയമാണിത്. ഇന്ന് പച്ചനിറം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. രാവിലെ 10 മണി മുതൽ 11 മണി 15 മിനിറ്റ് വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഉപയോഗിക്കാം. ഈ വർഷം വ്യാഴം അവസരങ്ങളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനാൽ പരിഹാരമായി നന്ദി പ്രകടിപ്പിക്കുക. പ്രിയ മകരം രാശിക്കാരെ, മിഥുനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് സന്തോഷവും ആനന്ദവും അനുഭവപ്പെടാം.
നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ചില നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. ഈ വാർത്ത കാരണം നേട്ടത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവം ആസ്വദിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും ചില നിമിഷങ്ങൾ ലഭിക്കും. ചിലപ്പോൾ നല്ല വാർത്തകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട്, എന്നാൽ ഇന്ന് നിങ്ങളുടെ അടുത്തുള്ളവർക്ക് വേണ്ടി സന്തോഷിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. ഉച്ചയ്ക്ക് 2:15 മുതൽ വൈകുന്നേരം 3:45 വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. ഇന്നത്തെ ഭാഗ്യനിറം തവിട്ടുനിറമാണ്. രാഹു വളരെ സജീവമായതിനാൽ സ്ഥിരതയും വ്യക്തതയും ഉറപ്പാക്കാൻ ചില പ്രത്യേക പ്രതിവിധികൾ ചെയ്യാവുന്നതാണ്. പ്രതിവിധി: സമ്മർദ്ദമുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിച്ചില്ലെങ്കിൽ പോലും ഉപേക്ഷിക്കരുത് എന്നതായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിൽ നിന്ന്, നിങ്ങളെ തടയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മുക്തി നേടാൻ നിങ്ങളെ സ്വാധീനിക്കുന്നു. ചെറിയ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനാൽ അവയെക്കുറിച്ച് വിഷമിക്കേണ്ട. പോസിറ്റീവും ക്ഷമയുമുള്ളവരായിരിക്കുന്നത് എല്ലാ തടസ്സങ്ങളെയും നേരിടാൻ നിങ്ങളെ സഹായിക്കും. താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നതനുസരിച്ച് ഇന്ന് ഏറ്റവും ശുഭകരമായ സമയം വൈകുന്നേരം 3:30 മുതൽ വൈകുന്നേരം 5 വരെയാണ്. ഇന്നിളം പച്ച നിറത്തിലുള്ള ഒന്നും ധരിക്കരുത് എന്ന് ഉറപ്പാക്കുക. ഈ വർഷം നിങ്ങളുടെ ജാതകത്തിൽ ശനി ശക്തമായതിനാൽ താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് സന്തുലിതാവസ്ഥ നിലനിർത്താൻ ചില പ്രതിവിധികൾ നിർദ്ദേശിക്കുന്നു. പ്രതിവിധി: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, മിഥുനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളിൽ ചിലർക്ക് ആരെങ്കിലും നിങ്ങളെ നിരാശപ്പെടുത്തിയതായി തോന്നിയേക്കാം. അവർ മുമ്പ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടാകാം. അത് അവർ ഒരിക്കലും പാലിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അതിനെ നിങ്ങളുടെ വഴിക്ക് എടുത്ത് ശാന്തമായിരിക്കാൻ ശ്രമിക്കുക എന്ന് താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. തൊഴിൽപരമായി നിങ്ങളുടെ പ്രോജക്റ്റുകൾ താൽക്കാലികമായി നിലച്ചേക്കാം. പക്ഷേ അത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ അനുവദിക്കരുത്. ഇതും കടന്നുപോകും. സമ്മർദ്ദം മാറ്റിവെച്ച് ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നല്ല സമയം ആസ്വദിക്കുക. ഭാഗ്യത്തിനായി ഓറഞ്ച് നിറം ധരിക്കുക. രാവിലെ 9 മുതൽ രാവിലെ 10:40 വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. ഈ വർഷം ശനിയുടെ ശക്തമായ ഊർജം സന്തുലിതാവസ്ഥയ്ക്കായി വിവേകപൂർവ്വം ഉപയോഗിക്കുക. പരിഹാരം: ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.